ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയെ കാണിച്ചിരിക്കുന്നത് എവിഷൻ പ്രക്രിയയാണ്. എവിഷൻ പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നത് അൻസിബ, അർജുൻ, ശ്രീതു, ജാസ്മിൻ, അപ്സര, അതോടൊപ്പം തന്നെ ജിൻറ്റോ, അഭിഷേക്, ഋഷി, ഇത്രയും പേരാണ് ഈ പ്രാവശ്യത്തെ എവിഷൻ പ്രക്രിയയിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേത് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അതനുസരിച്ച് ഇത്രയും പേര് അവിടെ എത്തുന്നുണ്ട്. അത് ആക്ടിവിറ്റി ഏരിയ വെച്ചാണ് ഈ ഒരു എവിഷൻ പ്രക്രിയ നടക്കുന്നത് തന്നെ. അവിടെ കുറെ കളങ്ങളുണ്ട്. ഒരാൾക്ക് തന്നെ 5 കളങ്ങളുണ്ട്. 5 കളങ്ങളിൽ സെപ്പറേറ്റ് കളറുകളാണ്. ഒരിടത്ത് റെഡ് ആണെങ്കിൽ ഒരിടത്ത് ഗ്രീന്, വൈറ്റ്, യെല്ലോ, അങ്ങനെയുള്ള കളറുകളും വെച്ചിട്ടുണ്ട്. ആ കളങ്ങളിലെല്ലാം ഓരോ കാർഡുകളും വെച്ചിട്ടുണ്ട്. ഇവരോട് ബിഗ് ബോസ് പറയും മുമ്പിലത്തെ കളങ്ങളിലേക്ക് പോകുക, അല്ലെങ്കിൽ ആ കാർഡ് എടുത്ത് നോക്കുക. ആ കാർഡ് എടുത്ത് നോക്കുമ്പോൾ ആ കാർഡിൽ ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത് അവർ ഇന്ന കളത്തിലേക്ക് പോകൂ. അങ്ങനെ പറഞ്ഞൊരു ടാസ്കിലൂടെയാണ് ഈ എവിഷൻ പ്രക്രിയ നടക്കുന്നത്. ആദ്യം തന്നെ ലാലേട്ടൻ ശ്രീധുവിനെയും അർജുനെയും അതോടൊപ്പം തന്നെ അൻസിബയെയും അവിടെ ഇരുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഋഷിയെയും ജാസ്മിനെയും അഭിഷേകിനെയും അപ്സരയുമാണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് ആദ്യം വിളിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാർഡുകൾ ഓരോ തുറന്നു നോക്കുന്നു. അത് ഓരോരുത്തർ വായിക്കുന്നു. അതനുസരിച്ച് മത്സരാർത്ഥികൾ മുമ്പോട്ട് കയറി നിൽക്കുന്നു. ഏതേത് കളത്തിലേക്ക് പോകണമെന്ന് ഓരോ എടുത്തെടുത്ത് നോക്കുമ്പോൾ ഓരോ കാണുമല്ലോ. അതനുസരിച്ച് ഓരോരുത്തരുടെ പേര് പറയുന്നു. അവർ ആ കാലത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നു. ആ ഋഷിയുടെ പേര് എന്തായാലും അവിടെ തുറക്കുന്ന സമയത്ത് ഋഷിക്ക് സേവനം എന്തോ പറഞ്ഞു കാണും. ഋഷി അവിടുന്ന് പിന്നെ പോകുന്നു. പിന്നെ അവിടേക്ക് വരുന്നത് ജിൻഡോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജിൻഡോ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ കളങ്ങളിൽ കയറി അവസാനം ലാസ്റ്റ് കളങ്ങളിലേക്ക് എല്ലാവരും ഒന്നിച്ച് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ മത്സരാർത്ഥികളും ഒന്നിച്ച് അവസാന കളത്തിലേക്ക് വന്ന് നിൽക്കുന്നതുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് പുറത്തു പോകുന്നത് അപ്സരയാണ്. അപ്സര ബിഗ് ബോസ് വീടിനോട് ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അപ്സര ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് എന്നെ കൊന്നാലും ഞാൻ ഇവിടുന്ന് പോത്തില്ല, ഞാൻ ഇവിടെ കെട്ടിപ്പിടിച്ചിവിടെ കിടക്കും, ഞാൻ ഇവിടുന്ന് പോത്തേയില്ല എന്നൊക്കെ അപ്സര പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്സരയ്ക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാൾ തന്നെയാണ് അപ്സര. അതുകൊണ്ട് തന്നെ അപ്സരയ്ക്ക് വല്ലാത്ത ഇതൊരു വിഷമമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാം നമുക്ക് കാത്തിരുന്നിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും